നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കിടിലൻ സീനാണ്. അതായത് നമ്മുടെ സീ പ്ലെയിൻ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് ലാൻഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയിൽ വൻ കുതിപ്പ് നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പുതുവഴികൾ തേടിയുള്ള സീ പ്ലെയിൻ്റെ യാത്ര തീർച്ചയായും എല്ലാവർക്കും ഒരു കൗതുക കാഴ്ച തന്നെയാണ്. ഇതിൻ്റെ ആകാശക്കാഴ്ച സൂപ്പറാണ് കേട്ടോ. വളരെ മനോഹരമായൊരു കാഴ്ച തന്നെ നമ്മൾ കണ്ടത്. സീ പ്ലെയിൻ്റെ ലാൻഡിങ് തന്നെ വളരെ മനോഹരമായൊരു ലാൻഡിങ്ങാണ്. എന്താ രസം നോക്കി. നമ്മൾ ഒരുപാട് നാൾ കാത്തിരുന്ന, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയേണ്ട വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സീ പ്ലെയിൻ. ആ യാത്രകൾ കരയിലും അതേപോലെ തന്നെ വെള്ളത്തിലും ഓടുന്ന ഒരു സീ പ്ലെയിൻ യാത്ര ഏറെ എല്ലാവർക്കും ഇഷ്ടമാണ്. വന്ന് ലാൻഡ് ചെയ്തു, അതിനുശേഷം അവൻ അവിടുന്ന് തിരിച്ച് എടുക്കുന്ന ഒരു വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ വന്ന ഈ സീ പ്ലെയിന് 17 സീറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. 17 പേർക്ക് ഒരേ സമയത്ത് ഈ സീ പ്ലെയിനിലൂടെ യാത്ര ചെയ്യാം. ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം, അതായത് റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന നമ്മുടെ മന്ത്രി അടക്കം ഒരുപാട് പേര് ഈ സീ പ്ലെയിനുള്ള വരവേൽപ്പിന് വേണ്ടി സ്വീകരണം കൊടുക്കാനായിട്ട് അവിടെ എത്തിയിരുന്നു. ഇതൊക്കെ ശരിക്കും ഒരു ചെണ്ടമേളത്തോടു കൂടിയായിരുന്നു. അടിപൊളിയായിരുന്നു ആ സീനൊക്കെ. ഇന്നലെയും കാണിച്ചായിരുന്നവരെ ഒത്തിരി പേര് കയറരുത് കേട്ടോ, ഒത്തിരി പേര് കയറരുത്. ആളുകളല്ലാണ്ട് ഇടിച്ചു കുത്തി കയറുമോ അതിലേക്ക്. പിന്നീട് സീ പ്ലെയിൻ നേരെ ലക്ഷദ്വീപിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി അവൻ തിരിക്കുകയാണ്. കാരണം സമയം, ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. സീ പ്ലെയിൻ നമ്മളോട് വിട പറഞ്ഞു. നേരെ ലക്ഷദ്വീപ് ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ വിരുന്നുകാരനായിട്ടുള്ള സീ പ്ലെയിൻ പറന്നുയരുന്ന കാഴ്ചകളാണ് അവിടെ നിന്ന് എല്ലാവരും കണ്ടത്. ഈ പറന്നുയരുന്ന ഈ വ്യൂ എന്ന് പറയുന്നത് കിടുവാണ്, അടിപൊളിയാണ്. നമ്മൾക്ക് ഒരുപാട് കൗതുകം തോന്നുന്ന രീതിയിലുള്ള അവൻ്റെ വരവും അതോടൊപ്പം തന്നെ സീ പ്ലെയിൻ്റെ പോക്കും നമ്മുടെ മനസ്സിനെയും നമ്മുടെ കണ്ണുകൾക്കും ആ കാഴ്ച വിസ്മയമൊരുക്കിക്കൊണ്ട് സീ പ്ലെയിൻ മാട്ടുപ്പെട്ടി ഡാമിൽ നിന്നും നേരെ ലക്ഷദ്വീപിലേക്ക് പറന്നുയർന്നു.